എരുപ്പൊന്നും അധികണ്ട. ഇതാറ് വണ്ടിയാ, എവിടെ പോയി? അല്ലത്തെ എന്താ പരിപാടി? ഓ, നല്ല സ്പീഡാ. ഇങ്ങോട്ടേലൊന്ന് പോയാ മുഞ്ചി. മൈ ട്രാവൽ ബോക്സ് MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പുതിയൊരു ലൊക്കേഷനിലാണ് വന്നേ. ശരിക്കും പറഞ്ഞാൽ ഇത് കോന്നി കുളത്തെങ്കൽ നിന്ന് നമ്മൾ ചേരിമുക്ക് പോകുന്ന റൂട്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് അംഗനവാടിയുടെയൊക്കെ അവിടുന്ന് ഇടത്തോട്ടുള്ളൊരു വഴിയുണ്ട്. അത് എക്സ്ട്രീം ഓഫ് റോഡായിട്ട് കിടന്ന സ്ഥലമാണ്. ഇവിടെ നിന്ന് അങ്ങനെ ഓഫ് റോഡേഴ്സ് ഒന്നും വന്നിട്ടുള്ളതല്ല. കാരണം ഇപ്പോൾ വന്നിട്ട് കാര്യമില്ല. കാരണം ഇതെല്ലാം കോൺക്രീറ്റ് ചെയ്ത് ഈ ഇടയ്ക്കൊരു 2-3 വെള്ളം ഇങ്ങനെ ഒഴുകുന്ന സ്ഥലമുണ്ട്. അവിടെ മാത്രമേ ഉള്ളൂ കോൺക്രീറ്റ് ചെയ്യാത്ത. ബാക്കിയെല്ലാം ഏറെക്കുറെയൊക്കെ കോൺക്രീറ്റ് ചെയ്ത്. ഇതെല്ലാം പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ് ഈ റബ്ബറും തോട്ടമല്ല. ഇതൊക്കെ പണ്ട് നമ്മൾ കാടെടുക്കാൻ വന്ന സ്ഥലങ്ങളാണ്. ഇവിടെ കാടെടുക്കാനും വളവിടാനും ഒക്കെ നമ്മൾ പണ്ടെന്ന് പറഞ്ഞാൽ ഒരു 10-12 കൊല്ലത്തിന് മുന്നേ നമ്മളിവിടെയൊക്കെ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. നമ്മൾ ഹൈദരാബാദിൽ പോകുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ വരുന്നിടത്തൊക്കെ ഒരു 2-3 ഓലിയുണ്ട്. അപ്പോൾ ഇവിടെ മേളിൽ ഒരു പന്നി ഫാമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ അവിടെ മേളിൽ വരെ കയറിപ്പോയിട്ട് മേളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ ഫുള്ള് നിരപ്പാണ്. അപ്പോൾ അവിടെ നമുക്ക് താഴോട്ട് പോകാം. നമ്മൾ സൈക്കിൾ ഇവിടെ ഇപ്പോൾ ഉണ്ട്. കയറിപ്പോകുന്ന വീഡിയോ ഭയങ്കര ടാസ്ക്കാണ് കയറിപ്പോകാനെ കൊണ്ട്. കാരണം ഇത് ഉന്തിക്കൊണ്ട് വേണം പോകാനെ കൊണ്ട്. കയറിപ്പൊന്നും അധികണ്ട. എന്നാ വഴിയെന്നറിയാം. കുറച്ച് ടാസ്ക് പിടിച്ച റോഡാണ് കേട്ടോ. ഇടിച്ച് വരാൻ പറ്റത്തില്ല. നമ്മൾ നേരെ മേളി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിരപ്പായി. നമ്മൾ സൈക്കിള് ചുമ്മിക്കൊണ്ട് അവിടെ ഇട്ടേക്കോ. ഇനി ഇവിടുന്ന് കുറച്ചുകൂടെ വഴിയുണ്ട് മേപ്പോട്ട്. പക്ഷെ ആ വഴി അത്ര നീറ്റായിട്ട് കാണുന്നില്ല, അതുകൊണ്ടാണ് കയറ്റാത്തത്. പിന്നെ ഈ വഴി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും. ഇത് എളപ്പുപാറയ്ക്ക് പോയി ഈ വഴി. ഇതിലെ നമ്മൾ നേരെ വന്ന വഴി തന്നെ തിരിച്ച് താഴോട്ട് പോവാം. ഇനിയിപ്പോൾ വീഡിയോ കട്ടിങ് ഒന്നുമില്ല. നേരെ ഒറ്റ സ്ട്രെച്ചിൽ നമ്മൾ താഴെ ചെന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് കനാലിൻ്റെ അതിലേക്കൂടെ അപ്പുറത്ത് പോവാം. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഓക്കെ. അടുക്ക് വലിയ കല്ല് വെച്ചിട്ടുണ്ട്, അറിയാൻ പറ്റത്തില്ല. നേരെ ഇപ്പുറത്ത് വന്ന് പോയതാ. നല്ല കാള. എൻ്റെ പൊന്നോ, ഇതൊക്കെ നമ്മൾ പണ്ട് വിറവ് വറക്കാനും പിന്നെ എന്തോ കാടെടുക്കാനും ഒക്കെ വന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോഴാണ്
ഇപ്പോൾ കുറേയൊക്കെ കോൺക്രീറ്റ് ചെയ്തു. പക്ഷേ പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു. ശരിക്കും മൊത്തം കാടായിരുന്നു. മൊത്തം കാട്. ഇതിനകത്ത് കൂടെ നടക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. പക്ഷേ പണ്ട് നമ്മൾ ഇതിനകത്ത് സൈക്കിളിലായിരുന്നു വരുന്നത് കേട്ടോ. സൈക്കിളിൽ ഒരു സ്ഥലം വരെയൊക്കെ സൈക്കിളിൽ വന്നിട്ട് ഇവിടെ ചാടിക്കാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ചാടിച്ചാൽ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി കിടക്കേണ്ടി വരും. എന്താ പൊന്നു, ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആട്ടോ. നമ്മൾ ഹൈദരാബാദിലൊന്നും കിട്ടത്തില്ല ഈ എക്സ്പീരിയൻസ്. ഓ, നല്ല സ്പീഡാണ്. ഇങ്ങോട്ടേലൊന്ന് പോയാൽ മുഞ്ചി. നേരെ അടുത്ത കണ്ടത്തിൽ ഒരു ചെറിയ വെള്ളച്ചാട്ടം. ഇവിടെയൊക്കെ മഴയുള്ളപ്പോൾ നല്ല വെള്ളമുണ്ട്. പക്ഷെ ഇപ്പോൾ വെള്ളം കുറവാണ്. വെള്ളമില്ല, മഴയില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ നമ്മൾ കാട് മൂടിയൊരു സ്ഥലം വരും. ഇപ്പം വരുക. വണ്ടി ഇരിപ്പുണ്ടല്ല. ഇതാറ് വണ്ടിയാ. എവിടെ പോയി? അല്ലേ എന്താ പരിപാടി? എന്നാ പോയേക്കോണേ. ഇവിടെ മൊത്തം ചള്ളയാണ്. ഉന്നച്ചാൻ. അപ്പോൾ പുള്ളിയെ കണ്ട് പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം കായൊക്കെ പറഞ്ഞ് എന്നിട്ട് അവിടുന്ന് പിന്നെ വണ്ടി എടുത്തതാണ്. ഞാൻ ഒറ്റ സ്ട്രെച്ച് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാൽ ഒറ്റ സ്ട്രെച്ച് എടുക്കാൻ പറ്റിയില്ല. ഇനി ഇവിടുന്ന് ഇതൊക്കെ നമ്മുടെ സ്ഥലം കേട്ടോ. ഇത് ടിങ്കുമോൻ്റെ വീട്. അവൻ ഇവിടെ ഉണ്ടോ അറിയത്തില്ല, അവൻ ഗൾഫിലാണ്. കനാൽ ബോയ്സിൻ്റെ കനാൽ, ആ കനാൽ ഇവിടെ ഉണ്ട്. ഇവിടെ കനാലുണ്ട്. പണ്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. ഇത് നമ്മൾ കൂട്ടാൻ്റെ വീടായിരുന്നു, ഗന്നിയുടെ. ഇതിലിങ്ങനെ താഴ്ത്ത് പോകുമ്പോൾ ഒരു തോടുണ്ട്. പണ്ടത്തെ ഞങ്ങളെ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമായിരുന്നു. ഇപ്പോൾ കണ്ട ഒന്നുമില്ല. അതിലേക്കിടൊക്കെ വഴിയുണ്ടായിരുന്നു. ഇപ്പോൾ ആ വഴിയൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ പൂവമ്പാറ എത്തി. പൂവമ്പാറ കുടംകുളം ലൈൻ. ഇതൊക്കെ നമ്മൾ പണ്ട് മീൻ പിടിക്കാനൊക്കെ നടന്ന സ്ഥലമാണ്. നമ്മുടെ കനാൽ ബോയ്സ് മാത്രമല്ല കനാൽ, നമുക്ക് കനാലുണ്ട്. നമ്മുടെ കനാൽ ഇതാണ്, കണ്ടോ. പണ്ട് അങ്കമ്പാടി പോകുന്ന വഴിയായിരുന്നു. പണ്ട് അങ്കമ്പാടി ഇതിലേക്കൂടെ ആയിരുന്നു പോകുന്നത്. അങ്കമ്പാടിയുടെ വീഡിയോ എടുത്തില്ല. പെടലെങ്ങാനും ഇപ്പുറത്തെ സൈഡ് പെടൽ തെറ്റിയാൽ കനാലിലെത്തി. ഞാൻ ഒന്നുകൂടെ
വീഡിയോ എടുക്കണേ.